ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈന്തപ്പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് ഈന്തപ്പഴം മാത്രം മതി, വേറെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഒന്ന് ഡേറ്റ് സിറപ്പാണ്, അതുപോലെ ഒന്ന് ഡേറ്റ് സ്പ്രെഡാണ്. ഡേറ്റ് സ്പ്രെഡ് അല്ലെങ്കിൽ ജാമു എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഈന്തപ്പഴമാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ഈന്തപ്പഴമാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഏത് അളവിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അജുവയുടെ ഈത്തപ്പഴമാണ്. അപ്പോൾ നല്ലതാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി ഇതിൻ്റെ കുരുവും ഞെട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് സിറപ്പ് ഉണ്ടാക്കുക, മറ്റേ പകുതി കൊണ്ട് ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പകുതി മാത്രം ഞാനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തുണി വെച്ചിട്ട് അതിലൂടെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു തരിയൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ക്ലിയർ ആയിട്ടുള്ള ഒരു സിറപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് തുണിയിലൂടെ നമ്മൾ അരിച്ചെടുക്കേണ്ടത്. അരിപ്പയിൽ മാത്രം അരിച്ചെടുക്കുകയാണെങ്കിലും ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു തൊലിയുടെ ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ നല്ല പോലെ നമുക്ക് ശരിക്കും ആ ഒരു സിറപ്പ് കറക്റ്റ് കിട്ടൂല. അപ്പോൾ മിക്സിയുടെ ജാറ് കുറച്ച് കഴുകിയ വെള്ളം കൂടെ നമ്മളിതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് അതിലൂടെ പോയിട്ടുണ്ടാവും. ബാക്കി നമ്മളിതുപോലെ തുണിയൊന്ന് കൂട്ടി പിടിച്ചിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും ഈ ഒരു സിറപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു വേസ്റ്റ് നമുക്ക് ഒഴിവാക്കാം. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിൻ്റെ സത്ത് മുഴുവൻ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അത് വറ്റോളം ഒന്ന് കുറുക്കിയെടുക്കണം. ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് തീരെ പാടില്ല കേട്ടോ. അതുണ്ടായിട്ടുണ്ടെങ്കിൽ സിറപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. ചിലർ ഇതിലേക്ക് പട്ട ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പട്ടയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ പട്ടയുടെ ആ ഒരു ഇതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഒരു മട്ട് പൊങ്ങി വരാറുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഇതൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇതുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈന്തപ്പഴത്തിൽ ചളിയൊന്നും അല്ലത്, അത് ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ഇതാണ്. അത് തിളച്ച് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കോരി മാറ്റിയാൽ മതി. കിട്ടുന്ന അത്രയും കോരി മാറ്റുക, മുഴുവനായിട്ട് ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ തിളച്ച് പോകുമ്പോൾ അതങ്ങനെ ക്ലിയറായി വന്നോളും. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയണ അത്രയും നമുക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല വലിയ പാത്രത്തിൽ തന്നെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇത് തിളച്ച് വരുന്ന സമയത്ത് നല്ലോണം പൊങ്ങി വരും. ആ ഒരു സമയത്ത് ചെറിയ പാത്രമാണെങ്കിൽ പുറത്ത് പോവും. അപ്പോൾ ആ ഒരു നല്ല ഭാഗമൊക്കെ പുറത്ത് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ഇനി നല്ല തീയിൽ തിളച്ച് വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി മാറ്റുക. പിന്നെ അതൊന്ന് പതിഞ്ഞ് ആ ഒരു താന്ന് വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സിറപ്പിൻ്റെ ആ ഒരു പാകം കാണുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാൻ ഇത് തണുക്കുന്ന സമയത്ത് നമുക്ക് തേനിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അതിലേറെ ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ അധികം കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ തേനിൻ്റെ ആ ഒരു പാകത്തിനാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത്രയും ലൂസായിട്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് തണുക്കുന്ന സമയത്ത് അത്യാവശ്യം പാകത്തിനായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴം മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചത് നമ്മൾ തുണിയിലൊന്നും അരച്ചെടുക്കണ്ട കേട്ടോ. ഇതുപോലെ കുറച്ച് കണ്ണകലുള്ള അരിപ്പിൽ തന്നെ അരച്ചാൽ മതി. ജാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റാണ് വേണ്ടത്, വെള്ളത്തിൻ്റെ ആ ഒരു ഇതല്ലല്ലോ വേണ്ടത്. അപ്പോൾ കുറച്ച് കണ്ണകലുള്ള ഒരു അരിപ്പിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി മിക്സി കഴുകിയിട്ട് നിങ്ങൾ ഒഴിക്കൊന്നും ചെയ്യരുത് കേട്ടോ. മിക്സിത്തൊക്കെ കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്യാസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും വേസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ഒഴിവാക്കാം.
ഇനി ഇത് നമ്മൾ നന്നായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിലും ആ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് മുഴുവനായിട്ടൊന്ന് വറ്റിച്ച് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറഞ്ഞ ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ശർക്കര പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി അല്ല കേട്ടോ. ശർക്കര ആണെങ്കിൽ കുഴപ്പമില്ല, ശർക്കര ചേർക്കാവും നന്നാവുക. ഇപ്പോൾ ഞാൻ ഒന്നും ചേർക്കണില്ല, അത്യാവശ്യം നല്ല മധുരമുള്ള ഈന്തപ്പഴം തന്നെയാണ്. ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് അടി പിടിക്കും. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെക്കുന്ന സമയത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പോലെ ഒന്ന് നമ്മൾ ഇതൊന്ന് വെള്ളത്തിൻ്റെത് മുഴുവനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇരിക്കാനും സിട്രിക് ആസിഡ് ആണല്ലോ, അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ വീണ്ടും നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. നല്ല പോലെ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ജാറിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ബ്രെഡിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഹണി സിറപ്പ് കേട്ടോ, കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഔഷധ ഗുണങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 1 വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ ഹണി സിറപ്പൊക്കെ കുട്ടികൾക്ക് രാവിലെ ഒക്കെ വെറും വയറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈന്തപ്പഴമൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നല്ല ഈന്തപ്പഴം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. എപ്പോഴും നല്ലത് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ എപ്പോഴും വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. തേന് പോലെ നമുക്ക് ഈ ഒരു ഡേറ്റ് സിറപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലിൽ ആക്കി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ഇട്ടിട്ട് കേടാവില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. സ്പൂണിട്ട് എടുക്കുന്ന സമയത്ത് നനവില്ലാത്ത സ്പൂൺ വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.